അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും മീഥൈൽ ബെൻസീനിൽ നിന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ക്രോമിക് ഓക്സൈഡ് ആണ്. ക്രോമിക് ഓക്സൈഡ് വിത്ത് അസറ്റിക് അൻഹൈഡ്രൈഡ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒരു കോംപ്ലക്സ് ഇവിടെ പറയുന്നത് എന്താണ്, ബെൻസിലിഡീൻ ഡൈ അസറ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തിട്ട് അവിടുന്നാണ് ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്യുക. ഓക്കെ, ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ. അപ്പോൾ ഇവിടെ എന്താണ്, മീഥൈൽ ബെൻസീൻ വേണമെന്നില്ല, ടൊളുവീൻ വേണമെന്നില്ല, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ബെൻസീനിൽ നിന്നും ഈ റിയാക്ഷൻ നടത്താം. മീഥൈൽ ബെൻസീൻ, ഈഥൈൽ ബെൻസീൻ അല്ലെങ്കിൽ വേറെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻസിനെ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു റിയേജന്റ് ആണ് ക്രോമിക് ഓക്സൈഡ് വിത്ത് അസറ്റിക് അൻഹൈഡ്രൈഡ്. ഓക്കെ, ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അപ്പൊ നമുക്കൊരു റിയാക്ഷൻ നോക്കാം. CH3. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? CrO3, ക്രോമിക് ഓക്സൈഡ്, CH3, C ഡബിൾ ബോണ്ട് O, O, C ഡബിൾ ബോണ്ട് O, CH3 ആണ്, അസറ്റിക് അൻഹൈഡ്രൈഡ് ആണ്. ഇവിടുന്ന് ഈ രണ്ട് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഒരു എന്താണ് ക്രോമിയം കോംപ്ലക്സ് ഫോം ചെയ്തില്ലേ, അതുപോലെ CHO, CO, CH3 ട്വൈസ്. ഓക്കെ, CHO, CH3 ട്വൈസ്. ഈ കോംപ്ലക്സ് ആണ് ബെൻസിലിഡീൻ ഡൈ അസറ്റേറ്റ് കോംപ്ലക്സ്. ബെൻസിലിഡീൻ ഡൈ അസറ്റേറ്റ്, ബെൻസിലിഡീൻ ഡൈ അസറ്റേറ്റ്. ഇങ്ങനെയൊരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ബെൻസിലിഡീൻ ഡൈ അസറ്റേറ്റ് ഫോം ചെയ്യും. ഇത് ഫർദർ ആയിട്ട് ഹൈഡ്രോളിസിസ് നടക്കുക ഇൻ പ്രസൻസ് ഓഫ് H+. അസിഡിക് മീഡിയത്തിൽ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഇവിടെ എന്താണ്, O വരും, ഇവിടേക്ക് H വരും, HOH അല്ലേ. അപ്പം അങ്ങനെ ഇവിടേക്ക് ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ ഇവിടേക്ക് ഓക്സിജൻ വരും, നമ്മുടെ പ്രോഡക്റ്റ് ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് രണ്ടാമത്തെ റിയാക്ഷൻ. അപ്പം നമ്മൾ രണ്ട് റിയാക്ഷനാണ് മീഥൈൽ ബെൻസീനിൽ നിന്ന് നോക്കിയത്. ഒന്ന് ക്രോമൈൽ ക്ലോറൈഡ് ഉപയോഗിച്ചിട്ടും ഒന്ന് ക്രോമിക് ഓക്സൈഡ് ഉപയോഗിച്ചിട്ടും. ഇവിടെ രണ്ടിലും ഈ രീതിയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തിട്ട് അതിനെ ഫർദർ ആയിട്ട് ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴാണ് ആൽഡിഹൈഡ് ഫോം ചെയ്യുക. ക്രോമൈൽ ക്ലോറൈഡിന്റെ കേസിൽ ക്രോമിയം കോംപ്ലക്സ് ആണ് ഫോം ചെയ്തത്. ഈ ക്രോമിക് ഓക്സൈഡിന്റെ കേസിൽ ബെൻസിലിഡീൻ ഡൈ അസറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അത് രണ്ടും ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ഫോം ചെയ്യും. അപ്പം ഇതാണ് ഒരു മെത്തേഡ്, മീഥൈൽ ബെൻസീനിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്യിക്കാനുള്ള ഒരു മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ക്രോമിക് ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം.